എന്നിരുന്നാലും മൂന്നാമതായിട്ടും അഞ്ചാമതായിട്ടും ഏഴാമതായിട്ടും വരുന്ന ദശാകാലങ്ങളാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ. ഇപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ബലമുണ്ട്, നവാംശക ബലമുണ്ട്, വർഗോത്തമുണ്ട്, ശുഭദൃഷ്ടി ഉണ്ടെങ്കിലൊക്കെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതാണ് ഓരോരുത്തരിലേക്കും വരുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് കോടാനുകോടി ആളുകളുണ്ടാവും കേരളത്തിൽ തന്നെ, അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ അനുഭവങ്ങൾ വരുന്നില്ല. അത് അവനവൻ്റെ ജനനകാലത്തെ ആസ്പദമാക്കി കൃത്യമായിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ഫലങ്ങൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ദശാകാലങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ചൊവ്വയുടെയും സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ കുറച്ച് അപകടകരമാണ്. അതേപോലെ തന്നെ അവർ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ, അത് അശ്വതി മകം മൂലം ഈ നാളുകൾ വരുമ്പോൾ അവനവൻ്റെ പക്കപ്പിറന്നാൾ എന്നാണ് പറയുക. പിറന്ന നാളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളും, അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങൾ, അതായത് 10ാമത്തെ നാളും 19ാമത്തെ നാളും, അതിനാണ് പക്കപ്പിറന്നാൾ എന്ന് പറയുക. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ഒരുപാട് ദോഷങ്ങളെ അകറ്റാൻ, ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ ദർശനം നടത്തുക, പ്രത്യേകിച്ച് ഗണപതി പ്രീതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒന്നും കൂടിയൊക്കെ നന്നാവുക. ജന്മനക്ഷത്രങ്ങൾ ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതേപോലെ ജന്മരാശിയുടെ അധിപതി, ഇതിപ്പോൾ മേടം രാശിയിലാണ് ഇപ്പോൾ ഇത് വരിക, ഈ നക്ഷത്രം വരിക. അപ്പോൾ ഈ മേടൻ രാശിയുടെ അധിപതിയായിരിക്കുന്ന ചൊവ്വയെ പ്രത്യേകമായിട്ട് പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠല ക്ഷേത്രങ്ങൾ ചൊവ്വയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പൂജകൾ ഒക്കെ ചെയ്യുക. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭജനം നടത്തുകയോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ അവിടെ പാൽപ്പായസം പോലെയുള്ള വഴിപാടുകൾ, പാലഭിഷേകം, പാൽപ്പായസമല്ല പാലഭിഷേകം പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ നക്ഷത്രക്കാർ ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ട ചില നക്ഷത്രങ്ങളെ പറയാം. കാർത്തിക നക്ഷത്രം, മകീരം നക്ഷത്രം, പുണർദം നക്ഷത്രം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, വിശാഖം നക്ഷത്രം. അപ്പോൾ വിശാഖത്തിൻ്റെ 4ാം പാദം കേട്ടോ, വിശാഖ നക്ഷത്രം ഒക്കെ ഒഴിവാക്കണം. അതായത് 45 നാഴികയ്ക്ക് ശേഷം വരുന്ന 15 നാഴിക, അവസാനത്തെ പാദം നൃത്തം. ഈ നക്ഷത്രം ഇതൊക്കെ നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് നമ്മൾ ഈ നക്ഷത്രങ്ങൾ സാധാരണയായിട്ട് ഒഴിവാക്കേണ്ടത് നല്ലതാണ്. അശ്വനി ദേവകളാണ് ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവവൈദ്യന്മാരാണ്.